ഈ ഭൂമിയിലെ ജീവിതം ഒരു പ്രിപ്പറേഷൻ മാത്രമാണ്. അനന്തതയിലേക്ക് കർത്താവിന്റെ മുഖം ദർശിക്കുന്നതിന് വേണ്ടി നിത്യജീവിതത്തിലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ മാത്രമാണ് ഈ ഭൂമിയിലെ ജീവിതം. അത് നിങ്ങൾ എത്ര വർഷം ജീവിച്ചാലും, നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും, നിങ്ങളുടെ ആ ജീവിതത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ നിത്യരക്ഷയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഈ രഹസ്യം തിരിച്ചറിയുന്ന നിമിഷം മുതലെങ്കിലും, അതായത് നിങ്ങളൊരു ദൈവഭക്തനാണെന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ദൈവമായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ക്രമപ്പെടുത്തേണ്ടത് ഈ നിത്യരക്ഷയ്ക്ക് ഗുണം ചെയ്യുമോ ചെയ്യില്ലയോ എന്നുള്ള രീതിയിലാണ്. ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ, ഒരു കാര്യത്തിൽ നിങ്ങൾ ഇൻവോൾവ്ഡ് ആകുമ്പോൾ ഒക്കെ നിത്യരക്ഷയ്ക്ക് ഇത് ഗുണകരമാണോ? അത് നിങ്ങൾ ഇപ്പോൾ ഒരു ജോലി ഉപേക്ഷിക്കുന്നതാണെങ്കിലും ജോലിക്ക് പോകുന്നതാണെങ്കിലും എൻ്റെ ആത്മാവിനെ ഇത് പോസിറ്റീവായിട്ട് ഗുണം ചെയ്യുന്നതാണോ? എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിലൂടെ തന്നെയാണോ ഞാൻ നടക്കുന്നത്? അത് പൂർത്തീകരിക്കാതെ പോയാൽ എനിക്ക് നിത്യരക്ഷ തടയപ്പെടും. അതുകൊണ്ട് എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിലേക്ക് ഞാൻ എന്നെ തന്നെ കൊണ്ടുവരുന്നുണ്ടോ? ഞാൻ മറുതലിക്കുന്നുണ്ടോ? ഞാൻ റിഫ്ലക്ട് ചെയ്ത് നോക്കണം. എനിക്ക് തെറ്റുകൾ പറ്റുന്നുണ്ടെങ്കിൽ ഞാനത് തിരുത്താൻ തയ്യാറാകണം. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ മുഴുവനും നിങ്ങൾ ഡിസൈൻ ചെയ്യേണ്ടതും ക്രമപ്പെടുത്തേണ്ടതും ഒരു ദൈവവിശ്വാസി എന്ന നിലയിൽ, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ നിത്യരക്ഷയെ ചിന്തിച്ചുകൊണ്ടാണ്. നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ ആയിട്ട് മാത്രമേ നിങ്ങളെ ജീവിതത്തെ കാണാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആത്മാവ് പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇൻവോൾവ് ആകണം. അങ്ങനെ ഇൻവോൾവ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ചുറ്റും പോസിറ്റീവായിട്ടുള്ള സംഗതികൾ നടന്നില്ല എങ്കിലും സ്തെഫാനോസിനെ പോലെ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് അവന്റെ ഇഷ്ടം പൂർത്തീകരിച്ച്, പല വിശുദ്ധരെയും പോലെ ദൈവത്തിന്റെ ഇഷ്ടം പൂർത്തീകരിച്ച് നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റണം. കാരണം ഭൂമിയിലെ സഹനങ്ങളെല്ലാം മരണാനന്തരം ഒരു ശുദ്ധീകരണാത്മാവിന്റെ സഹനവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ വളരെ ചെറുതാണ്. അതുകൊണ്ട് ശുദ്ധീകരണാത്മാവിനായിട്ട് മാറാതെ, അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തിടത്തേക്ക് നമ്മുടെ ആത്മാവ് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ജീവിതത്തെ നിങ്ങൾ ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ ഒരു വിശുദ്ധീകരണത്തിന് തയ്യാറായിക്കൊണ്ട്, സഹനങ്ങളിലൂടെയോ ദൈവം എങ്ങനെയാണോ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നത് അങ്ങനെ തയ്യാറായിക്കൊണ്ട്, ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, കരുണയുള്ള ഒരാളായതുകൊണ്ട്, അതായത് നമ്മൾ പല നന്മ പ്രവർത്തികളും ചെയ്യുമ്പോൾ നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ വേദനയുടെ തീവ്രതയൊക്കെ ചിലപ്പോൾ കുറഞ്ഞേക്കാം. ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അത് നിങ്ങളുടെ ആത്മാവിന് ഗുണകരമാണോ, നിത്യരക്ഷയ്ക്ക് ഗുണകരമാണോ, എനിക്ക് മരണാനന്തരം ക്രിസ്തുവിന്റെ മുഖം കാണാനായിട്ട് സാധിക്കുമോ, അതിനു വേണ്ടി ഇത് ഗുണം ചെയ്യുമോ എന്നുള്ള കാര്യത്തിലാണ് നിങ്ങളുടെ നിത്യജീവിതത്തിന്റെ ചെറുതും വലുതുമായ കാര്യങ്ങളും, നിങ്ങളുടെ വ്യക്തിജീവിതത്തിന്റെ ജോലി മേഖലയിലെ പേഴ്സണൽ ആക്ടിവിറ്റീസ് എല്ലാം ഈ നിത്യജീവിതത്തിലേക്ക് ഗുണകരമാണോ, അല്ലെങ്കിൽ അതിനെ കേന്ദ്രീകരിച്ചാണ് ഒരു ദൈവഭക്തൻ ചെയ്യേണ്ടത്. ആ ഒരു തിരിച്ചറിവ് നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. ആ തിരിച്ചറിവിലേക്ക് നമുക്ക് എത്താൻ നമുക്കൊരു സ്പിരിച്വൽ മെച്യൂരിറ്റി വരേണ്ടതുണ്ട്. അത് ദൈവം നിങ്ങൾക്ക് തരും. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താതെ നമുക്കിതൊന്നും മനസ്സിലാക്കാനോ മനസ്സിലാക്കിയാൽ തന്നെ അംഗീകരിക്കാനോ സാധിക്കില്ല. സോ പരിശുദ്ധാത്മാവ് നിത്യജീവനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിത്യജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ധ്യാനിക്കണം. മരണാനന്തര ജീവിതത്തിൽ അതാണ് ഏറ്റവും വലിയ ഒരു മഹത്തരമായ ജീവിതം. ഈ ജീവിതത്തെ തട്ടിച്ചു നോക്കുമ്പോൾ അതിന് വളരെ പ്രാധാന്യമുണ്ട്. അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ജീവിതം ജീവിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.